ഓള് ചെറുതല്ലേ, പ്രായമൊക്കെ ആവുമ്പോ എന്ത് ചെയ്യാം, അങ്ങോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് പ്രായമാകുന്ന സമയത്ത് പിന്നെ എന്താ പറയാ, നിങ്ങൾ വരുമൊന്നും വേണ്ട, നിങ്ങൾ പൈസ തന്നാൽ മതി, ഞാനും എന്റെ ഫ്രണ്ട്സും പോയിട്ട് വാങ്ങിക്കോളാം. അന്ന് ഉമ്മാക്കും ഉപ്പാക്കും എന്തില്ല, വോയിസ് ഇല്ല. എന്നാൽ ചെറുതാകുമ്പോ ഒരു ഉപ്പയും ഉമ്മയും പറയുന്നത് മാത്രമേ മക്കൾ കേൾക്കുള്ളൂ. ഉറപ്പാ. ചെറുതാകുമ്പോ കൈ പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം. ഞാനൊക്കെ എന്റെ അനുഭവത്തിന് പറയാം. ഞാനൊക്കെ പള്ളിയിലേക്ക് പോയത് എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. ഞാനൊക്കെ പള്ളിയിലേക്ക് പോയത് ഉപ്പ കൈ പിടിച്ച് കൊണ്ടുപോയിട്ടാണ്. 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്തെ ഉപ്പ കൈ പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകും. അന്ന് ഞാൻ പള്ളിയിൽ പോയിരുന്നത് പള്ളിയിൽ പോയി എന്ന് കൂട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്നും സുബൈക്ക് വന്നിട്ടില്ലല്ലോ, സാറിനോട് ചോദിച്ചു നോക്ക്, ഞാൻ വന്നിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിറ്റേ ദിവസം ഉപ്പ എണീറ്റില്ലെങ്കിൽ ഉപ്പാന്റെ വാതിലിന്റെ പോയിട്ട് മുട്ടും, പള്ളിയിൽ പോകണ്ടെന്ന് ചോദിക്കും. അപ്പോഴും സുബൈയുടെ പ്രാധാന്യം എനിക്കറിയില്ല. അപ്പോഴും പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ മദർസയിൽ പോയിട്ട് പറയണത് പള്ളിയിൽ ഞാൻ വന്നിട്ടുണ്ട് എന്നാ. പക്ഷെ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറി, ശീലമായിട്ട് മാറി. പിന്നെ ഒപ്പം ഇല്ലെങ്കിൽ എന്താകാൻ തുടങ്ങി, ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിയിൽ പോകുക എന്നുള്ളത് അത് ബോധ്യം വരികയും ശീലമാവുകയും ചെയ്യും. രണ്ടും വേണം, ശീലം വേണം, ബോധ്യമാവുകയും ചെയ്യണം.